സന്തോഷം, സന്തോഷം. ആശയുടെ കൂടെ, ഹോപ്പിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ജോയ്, റിജോയ്സിംഗ്. കാരണം എന്താ അറിയാമോ? ആശ നൽകുന്നത് ദൈവം, ഉത്തരം നൽകുന്നതും ദൈവം. അപ്പൊ നമ്മുടെ കഴിവിലോ മിടുക്കിലോ വിദ്യാഭ്യാസത്തിലൊന്നുമല്ല നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ ആശ്രയിക്കുന്നത് ആശ നൽകുന്ന, ആശ പൂർത്തീകരിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. When we have hope and expectation that something good will happen, God will do something for me. Paul says, with rejoice, with hope, begin to rejoice as well. ഇന്ന് എനിക്കൊരു നന്മ കാണുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴും നാളെ ഒരു നല്ല കാര്യം നടക്കും എന്ന് നമുക്കൊരു ഹോപ്പുണ്ട്, നമുക്കൊരു ആശയുണ്ട്. ആ ആശ ഉള്ളപ്പോൾ തന്നെ പൗലോസ് പറയുന്നു, കർത്താവിൽ സന്തോഷിക്കണം. വിഷമിച്ച് ആശിച്ചിട്ട് കാര്യമില്ല, സന്തോഷിച്ചുകൊണ്ട് ആശിക്കണം. കർത്താവ് എന്ന് നടക്കുമോ ഇല്ലയോ എന്ന് വിഷമിക്കേണ്ടത്. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും എന്നൊരു ആശ ഉള്ളിലുണ്ടെങ്കിൽ ആ ആശ കാരണം നമുക്ക് സന്തോഷം ഉണ്ടാകണം. കാരണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തി. ബി പേഷ്യന്റ് ഇൻ സഫറിംഗ്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. കഷ്ടത ഉണ്ട് ക്രിസ്തീയ ജീവിതം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും, പക്ഷെ ധൈര്യപ്പെടുവീൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയട്ടെ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയല്ല. ഈ ലോകത്തിൽ ചിലർക്ക് ഉണ്ടാകും, ചിലർക്ക് ഉണ്ടാകത്തില്ലെന്നല്ല. ഒരു പക്ഷെ ഉണ്ടാകും, ഒരു പക്ഷെ ഉണ്ടാകത്തില്ലെന്നല്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും. ആരാ പറഞ്ഞത്? യേശു പറഞ്ഞു. അവൻ യേശുവിന്റെ വാക്ക് മാറത്തില്ല. കഷ്ടത പല ടൈമുണ്ട്. ചിലർക്ക് ഭയങ്കരമായ, അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിധം കഷ്ടതകൾ വരും. ചിലർക്ക് നിസ്സാരമായ കഷ്ടതകൾ വരും. പക്ഷെ പൗലോസ് വിളിച്ചു പറയുന്നത്, കഷ്ടതയിലും നിങ്ങൾ തോറ്റു കൊടുക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾക്കൊരു പെർസിവിയറൻസ് ഉണ്ടായിരിക്കണം. കഷ്ടതയിൽ ഒരു സഹിഷ്ണുത ഉണ്ടായിരിക്കണം. Hallelujah. What is perseverance? Continuing. വിട്ടുകൊടുക്കരുത്. ഞാൻ ഈ കഷ്ടതയിലും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ പിടിച്ചു നിൽക്കും. എന്താ അറിയാമോ? എനിക്കൊരു ആശയുണ്ട്. എന്റെ ആശയം എന്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി നടക്കും എന്നൊരു ആശയുണ്ട്. ആ ആശയം സന്തോഷിക്കണം. ആ ആശയിൽ സന്തോഷിച്ച് കഷ്ടതയിലും നമ്മൾ എപ്പോഴും നമുക്ക് സഹിഷ്ണുത ഉണ്ടായിരിക്കും. പ്രാർത്ഥനയിൽ പോരാടണം. ഈ ആശ നൽകുന്നത് ദൈവമാണ്. എന്താണെന്നറിയാമോ? നമ്മൾ കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം നമുക്ക് ആശ നൽകി. അതേ ദൈവം പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ക്ഷീണങ്ങൾ വരുമ്പോൾ, ഈ എല്ലാ പ്രയാസങ്ങൾ വരുമ്പോൾ അത് പിടിച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് ശക്തിയും കൃപയും നൽകുന്നു. അതേ ദൈവം നമ്മളോട് പറയുന്നു, എല്ലാത്തിന്റെ പരിഹാരം ഒന്നുണ്ട്, പ്രാർത്ഥന. Prayer is the answer for everything. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലായിരിക്കും ഉത്തരം കിട്ടുന്നത്. പക്ഷെ ദൈവത്തിന് ഒരു വഴിയുണ്ട്. ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ട്. നമ്മൾ കാണാത്ത വഴിയും ദൈവം കണ്ടിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത വഴികൾ ദൈവം ചിന്തിച്ചിട്ടുണ്ട്. നമുക്കൊരിക്കലും ഊഹിക്കാൻ പറ്റാത്ത വഴികൾ ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Persevere in prayer. Do not give up. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം ഏതിന് അറിയുന്നതുപോലെ ഏത് നിമിഷവും പ്രവർത്തിക്കുവാൻ. ഏത് നിമിഷം അങ്ങനെ ഒരു ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അവരുടെ ആശയിൽ സന്തോഷിക്കുകയും കഷ്ടതയിൽ കഷ്ടതയിൽ സഹിഷ്ണുത കാണുകയും പ്രാർത്ഥനയിൽ ഒഴിച്ചിരിക്കുകയും ജനിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കുക്കിംഗ് ചെയ്യുമ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആരോട് പ്രാർത്ഥിക്കണം?
പ്രാർത്ഥിക്കണ്ടേ? ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കും. ദാവീദ് പറഞ്ഞതുപോലെ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കുണ്ടാവുക. ആ കർത്താവ് ഇരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് അത്ഭുതം ചെയ്ത ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. കഴിഞ്ഞ നാളുകൾ പ്രവർത്തിച്ചുകൊണ്ട് മേലാൽ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം നമുക്കുണ്ട്. അവർ യേശുവിൽ വിശ്വസിച്ച് തുടർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.